ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ സ്ക്വാഡിലേക്ക് ഏറ്റവും അവസാനമായി വന്ന താരം അത് സ്പാനിഷ് താരമായിരുന്നു ജീസസ് ജിമിനസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിനോടൊപ്പം വളരെ വേഗത്തിൽ ഇഴകിച്ചേരാനുള്ള ഒരു സാഹചര്യം, ഒരു സമയം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകനായ അഡ്രിയാൻ ലൂണക്ക് ഈ സീസണിൻ്റെ തുടക്കത്തിൽ ചില അസുഖങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തുടക്കത്തിലെ ചില മത്സരങ്ങൾ നഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഫോമിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുറത്താക്കപ്പെട്ട പരിശീലകനായ മിക്കേൽ സ്റ്റാറെ നാട്ടിലേക്ക് മടങ്ങും മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ജീസസ് നേരത്തെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയും അഡ്രിയാൻ ലൂണക്ക് ഈ ഒരു അസുഖം ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമായിരുന്നു എന്നാണ് സ്റ്റാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പരാജയപ്പെട്ട പല മത്സരങ്ങളിലും ആ ഒരു റിസൾട്ട് തങ്ങൾ അർഹിച്ചിരുന്നില്ല, അതിനേക്കാൾ മികച്ച ഒരു റിസൾട്ട് അർഹിച്ചിരുന്നു എന്നാണ് സ്റ്റാർ ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: 2-3 ആഴ്ച മുൻപ് ജീസസ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുകയും പ്രീ സീസണിൽ അഡ്രിയാൻ ലൂണക്ക് അസുഖം ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച നിലയിലേക്ക് ഞങ്ങൾക്ക് മാറാൻ സാധിക്കുമായിരുന്നു. കാരണം തോൽവിക്കും വിജയത്തിനുമിടയിൽ നേരിയ ഒരു വ്യത്യാസം മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരാജയപ്പെട്ട പല മത്സരങ്ങളിലും ഞങ്ങൾ അതിനേക്കാൾ മികച്ച ഒരു റിസൾട്ട് അർഹിച്ചിരുന്നു. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരുന്നു മിക്കേൽ സ്റ്റാറെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിനെ നമുക്കൊരിക്കലും പൂർണ്ണമായി എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം ഈ സീസണിൽ പലപ്പോഴും പല കാര്യങ്ങളാണ് തിരിച്ചടിയായിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടെങ്കിലും ദൗർഭാഗ്യം പലപ്പോഴും വില്ലനായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില താരങ്ങളുടെ പരിക്കുകൾ വില്ലനായിട്ടുണ്ട്, വ്യക്തിഗത പിഴവുകൾ വില്ലനായിട്ടുണ്ട്, ഗോൾ കീപ്പിംഗ് പിഴവുകൾ വില്ലനായിട്ടുണ്ട്. ഇതിനൊക്കെ ഇപ്പോൾ ബലിയാടാവേണ്ടി വന്നത് സ്റ്റാറയാണ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയേണ്ടി വരും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.